എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നോമ്പ് തുറക്കി വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു അടുക്ക് പത്തിരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരുതേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഇതോടൊപ്പം തന്നെ ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കും. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓയിൽ ഒഴിച്ച ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഈ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ ഇതെല്ലാം എല്ലായിടത്തും വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കും. അതിനുശേഷം ഞാനിവിടെ 1 കപ്പോളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഈ ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കും. കുഴയ്ക്കുന്ന അനുസരിച്ച് ചൂടുവെള്ളം ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നല്ല ഒരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുഴച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമ്മളിത് കുഴച്ചെടുക്കും. നന്നായിട്ട് ഇത് കുഴച്ച് തന്നെ എടുക്കണം, എങ്കിലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ സോഫ്റ്റായിട്ട് വരും. അപ്പം നമുക്ക് ഇത് അടച്ചിട്ട് അരമണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബീഫാണ് എടുക്കുന്നത്. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബീഫ് ഞാൻ വേവിച്ച് ഇതുപോലെ കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ബീഫ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മൈക്രോവേവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 3 സവാളയും ഇതുപോലെ 2 പീസ് ഇഞ്ചിയും ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാള ഞാൻ ഇതുപോലെ ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ഈ ഒരു ചോപ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇത് ഞാൻ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ചോപ്പ് ചെയ്ത ശേഷം നമുക്ക് അതേ ചോപ്പറിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർക്കത്തില്ല കേട്ടോ. അതേ കണ്ടോ, ഇതുപോലെ എടുക്കണം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ ചോപ്പറിൽ തന്നെയാണ് ഞാൻ നമ്മളുടെ ഈ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്ത ബീഫ് ഇട്ട് കൊടുക്കുന്നത്. ബീഫ് ഫുള്ളാക്കി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ ബീഫ് ഒരുപാട് അങ്ങ് അരയേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി എടുത്താൽ മതിയാകും. കാരണം ഇതുപോലെ ഇരുന്നാലേ നമുക്ക് കഴിക്കുമ്പം ഒന്ന് കടിക്കാനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബീഫെല്ലാം ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ആണെങ്കിലും വേവിച്ച് ഇതുപോലെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഈ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ആ സവാളയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറണം. അതുപോലെ നമ്മളിത് ഇതുപോലെ തന്നെ ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇല്ലേ, ആ മിക്സിങ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല ഒരു മണം വരുവാണ് കേട്ടോ. ഈ ഇതിലേക്ക് ആ ഇഞ്ചിയുടെയും കറിവേപ്പിലയും ഒക്കെ ചേർന്നിട്ട് നല്ല ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇത് ഞാൻ ഇളക്കിയിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിലേക്ക് പൊടികളിടും. ഞാൻ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. ഇത്രയും പൊടികളെ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. കാരണം നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടാണ് വേവിച്ച് ഞാൻ തണുത്ത ശേഷം ഫ്രീസറിൽ സൂക്ഷിച്ചത്. അപ്പോൾ കണ്ടോ, നമ്മളുടെ ബീഫ് മിക്സ് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അതായത് ഈ സവാളയും ബാക്കിയുള്ള ഇതെല്ലാം നല്ലതുപോലെ യോജിക്കത്തക്ക രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കണ്ടോ, എല്ലാം നല്ല ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. അതിലെ ആ ഒരു വാട്ടർ കണ്ടൻ്റൊക്കെ പോകണം കേട്ടോ, നല്ല ഡ്രൈ ആയി വരണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കുവാണ്. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാവ് നല്ല പരുവായി വന്നിട്ടുണ്ട്. അത് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ഉരുട്ടിയ ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുകയാണ്.
അപ്പോൾ ഞാനിവിടെ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാനിത് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണോ നിങ്ങളുടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം ഇത് നമ്മൾ ബോൾസ് എത്ര വേണം അതിൻ്റെ വലിപ്പം എത്ര വേണം എന്ന് തീരുമാനിക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 പീസ് ബോൾസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൗണ്ടർ ടേബിൾ നന്നായിട്ട് തുടച്ചിട്ട് കുറച്ച് മൈദാമാവ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കും. എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് നിങ്ങളിത് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരുമിച്ചിട്ട് പരത്തി മാറ്റി വയ്ക്കാൻ നോക്കരുത് കേട്ടോ. ഇതുപോലെ ഓരോന്ന് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കേ ആകാവൂ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ അത് ശരിയാകത്തില്ല, കാരണം ഒട്ടിപ്പിടിക്കും കേട്ടോ. മൈദാമാവായതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ പരത്തിയതിനെ ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കുകയാണ്. ഒരുപാട് നേരമൊന്നും നമ്മളിത് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാകുമ്പോഴേക്ക് നമ്മളിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് മറു സൈഡും ഇതുപോലെ ഒന്ന് ചൂടാകുമ്പോഴേക്ക് ഇതുപോലെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അതാ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. അപ്പം ബാക്കിയിരിക്കണതും ഞാൻ ഇതുപോലെ തന്നെ ഇട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. അപ്പം നമ്മൾ ഒരുമിച്ച് ഞാൻ പറഞ്ഞ മാതിരി പരത്തി മാറ്റി വെച്ചിട്ട് ചുട്ടെടുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കും മൈദാമാവായതുകൊണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പം ഞാൻ ഈ ഇരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് പരത്തി ചുട്ടെടുക്കുകയാണ്. അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് ഞാനിവിടെ 1/2 ടീസ്പൂണും അതുപോലെ തന്നെ ഗരം മസാല 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇത്രയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പാലൊഴിക്കുകയാണ്. പാലൊഴിച്ചിട്ട് ഒരു വിസ്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ മുട്ടയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ മുട്ടയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇറച്ചി ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഉണ്ടാക്കേണ്ട പാൻ എടുത്തിട്ട് ഇതുപോലെ ഓയിൽ ഒഴിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഓയിലാവരുത് കേട്ടോ. ഞാനിവിടെ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ബ്രഷ് കൊണ്ട് ഇതിൻ്റെ വശങ്ങളിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മളുടെ ചപ്പാത്തി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്കിപ്പോൾ മൈദ വേണ്ടെങ്കിൽ ഗോതമ്പ് മാവിലും തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഈ ചപ്പാത്തി ഇതുപോലെ മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ മുക്കിയ ശേഷം ഞാൻ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞ ശേഷം നമ്മളിനി ഗ്യാസിലേക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ച ശേഷം നമ്മൾ ഈ ബീഫിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കും. അതായത് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കും. അതിനുശേഷം നമ്മൾ മറ്റൊരു ചപ്പാത്തി ഇതുപോലെ എടുത്തിട്ട് മുട്ടയിലേക്ക് നന്നായിട്ട് മുക്കിയെടുക്കും കേട്ടോ. അതാ കണ്ടോ, ഇതുപോലെ മുക്കിയെടുക്കണം, എങ്കിലേ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ മുക്കിയ ഈ ഒരു ചപ്പാത്തി വീണ്ടും നമ്മൾ ഈ ഒരു ഇറച്ചിയുടെ പുറത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീണ്ടും അതിന് മീതെ ഇതുപോലെ ഇറച്ചി വെച്ച് ലെവൽ ചെയ്ത് കൊടുക്കും. വീണ്ടും ഈ ഇരിക്കുന്ന ചപ്പാത്തി ഇതുപോലെ മുട്ടയിലേക്ക് മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കും. വീണ്ടും ഇതിന് മീതെ ഇതുപോലെ ഇറച്ചി വെച്ച് കൊടുക്കും. ഇറച്ചി വെച്ച് കൊടുത്ത ശേഷം ഞാനിവിടെ ഒരു 3 മുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഈ ഒരു ലെയറിൽ ഞാൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മുട്ടയൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമല്ല, വെജിറ്റബിൾസ് മതി എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വീണ്ടും മറ്റൊരു ചപ്പാത്തി എടുത്ത് മുട്ടയിൽ മുക്കിയിട്ട് നമ്മളിതുപോലെ ഇത് കവർ ചെയ്ത് വീണ്ടും ഈ ഇറച്ചിയുടെ കൂട്ട് വെച്ച് കൊടുക്കും. ഇങ്ങനെ ഈ ഇരിക്കുന്ന ഇറച്ചിയും ചപ്പാത്തിയും എല്ലാം ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കും ഈ പറയുന്ന കണക്കിന്. എന്നിട്ടൊരു പാൻ, ഉപയോഗിക്കാത്ത ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ മുട്ടയുടെ കൂട്ട് ഫുള്ളായിട്ട് ബാക്കി വന്നത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. മീതെ കൂടെ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഉപയോഗിക്കാത്തൊരു പാൻ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ 25 മിനിറ്റിന് ശേഷം ഞാൻ അടപ്പ് തുറന്നിട്ട് മറ്റൊരു പാൻ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. അതായത് മറു സൈഡ് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ദേ ഞാനിവിടെ പാൻ മാറ്റുമ്പോൾ കണ്ടോ, ഇതേ കണ്ടോ നല്ല കറക്റ്റ് പരുവത്തിന് അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഈ പാനിലൊന്ന് ചൂടായി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് പരുവാവും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടുക്ക് പത്തിരി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊരു പീസ് കഴിച്ചാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ വയറ് നിറയും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു അടുക്ക് പത്തിരി. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയ ശേഷം എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് ഫീഡ്ബാക്ക് തരണേ. ഇനി വെജിറ്റേറിയൻകാരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വെജിറ്റബിൾസ് വെച്ച് മതിയെങ്കിൽ മസാല വെജിറ്റബിൾസൊക്കെ റെഡിയാക്കിയ ശേഷം ഇതുപോലെ ഇറച്ചിക്ക് പകരം വെജിറ്റബിൾസ് വെച്ചിട്ട് ലെയർ ചെയ്തും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി റംദാൻ മുബാറക്.